അതിന്റെ പുറമെ ശരീഅത്ത് കോളേജിൽ പഠിച്ച എത്രയോ ആലിമീങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്ന് കിതാബ് എടുക്കുന്നവരും അതുപോലെ എത്രയോ പ്രസംഗിക്കുന്നവരും അൽഹംദുലില്ലാഹ് സിറാജുൽ ഹുദയിൽ പഠിച്ച ആലിമീങ്ങളുണ്ട്. അതിന്റെ പുറമെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ പലരും ഇവിടെ നിങ്ങൾ ഈ കടവത്തൂരിലടക്കം PG എടുത്തിട്ട് അതോടുകൂടെ തന്നെ മതബിരുദമെടുക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾ അതിവിടെ ദഅവാ പഠിക്കുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് അതിന്റെ കീഴിൽ പല കേന്ദ്രങ്ങൾ, തുവക്കൂരിൽ കേന്ദ്രമുണ്ട്, പെരിങ്ങത്തൂരിൽ കേന്ദ്രമുണ്ട്, പാറക്കടവിൽ കേന്ദ്രമുണ്ട്, വടകരയുണ്ട്, മേപ്പയ്യൂരിലുണ്ട്, പേരാമ്പ്രയിലുണ്ട്, കുറ്റ്യാടിയുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാഹ് എത്രയോ സ്ഥലങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമനുസരിച്ച് ദീൻ പഠിക്കുന്നതോടുകൂടി തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് അൽഹംദുലില്ലാഹ് സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറിയും അതിനെ ഡിഗ്രിയും എല്ലാം പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു തആല സിറാജുൽ ഹുദയിൽ തന്നു. ആ മഹത്തായ സ്ഥാപനത്തിലേക്ക് നേർച്ച ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ഫലം കൊടുത്തു എന്ന് ഞാൻ പറയുകയും പലരും എന്റെ കയ്യിൽ ക്യാഷ് കൊണ്ട് തന്നപ്പോ ഞാൻ പ്രസംഗത്തിനിടയിൽ കിട്ടുന്ന ക്യാഷ് കീശയിലിടുകയും ചെയ്യുന്നത് കണ്ടപ്പോ നമ്മുടെ ഷാർജയിൽ നിന്ന് വരുന്ന മൗലവി നാദാപുരത്തുനിന്ന് ഇതാ പേരോട് കീശയിലിടുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കാണിച്ചിട്ട് എന്നെ കള്ളനാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ എന്റെ വസ്തുത വിശദീകരിച്ചു. അൽഹംദുലില്ലാഹ് സിറാജുൽ ഹുദയിലേക്ക് നേർച്ച കിട്ടുന്നുണ്ട്. ഞാനത് വിശദീകരിച്ചു. 2 ലക്ഷം രൂപയാണ് നാദാപുരത്ത് വരുമ്പോൾ നമുക്ക് നേർച്ച കിട്ടാറുള്ളത് ഒരു മാസത്തിന്. അല്ലാഹു തആലാന്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹം 9 വരവ് പോയപ്പോ ഇപ്പൊ 15 ലക്ഷം രൂപ നേർച്ച കിട്ടുന്നുണ്ട്. നന്ദി പറയേണ്ടത് അയാൾക്കാണ്, കൊണ്ടുവന്നവർക്കുമാണ്. ഇപ്പൊ 15 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. കണ്ണൂർക്കാരൻ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അതാ ഞങ്ങൾ ഹുസൈൻ സലഫിന്റെ പ്രസംഗം കേട്ടു, അതിൽ ഈ സ്ഥാപനത്തെ പറ്റി ഞങ്ങൾ പരിചയപ്പെട്ടു, അങ്ങനെ മാറാത്തൊരു രോഗം ഉണ്ടായി, നേർച്ചയാക്കുമ്പോൾ മാറിപ്പോയി, അതിന് പൈസ കൊണ്ടുവന്നാണ് ഒരു വന്നിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇപ്പൊ 15 ലക്ഷം രൂപ നേർച്ച കിട്ടുന്ന ഒരു മാസത്തിൽ. പക്ഷേ 788 സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം. 788 സ്റ്റാഫ് സിറാജുലുള്ളക്ക് അവർക്ക് ശമ്പളം കൊടുക്കണം. അവർക്ക് ശമ്പളം കൊടുത്താൽ മാത്രം മതിയോ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. 1000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. അതിന് വിശാലമല്ലേ? അല്ലാഹു തആല അതിൽ നിന്ന് ചൊരിച്ചു തരട്ടെ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് ആൾ നേർച്ച തന്നില്ല, അവർക്ക് വേണ്ടി ദ്വാരക്കണം. അതുപോലെ പോയ സ്ഥലത്തൊക്കെ സഹായിച്ചില്ല, അവർക്കൊക്കെ ദ്വാരക്കണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا رب, ദുആക്ക് ഉത്തരം നൽകുന്ന രാജാവ് നീ മാത്രമാണ് അല്ലാഹ്. നിന്നിൽ നിന്ന് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ചില ഉപാധികൾ, അതിന് ചില കാര്യങ്ങൾ നിന്റെ ഹബീബായ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നിനക്ക് ഹംദ് ചെയ്യണമെന്നത്, നിന്റെ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്നത്. അതുപോലെ ദുആക്ക് ഉത്തരം കിട്ടാൻ അവിടുത്തെ വിളിക്കലും അവിടുത്തെ അടയാളനാക്കലും ഒക്കെ അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് ഞങ്ങൾ മുസ്നദിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ എത്രയോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുണ്ട്. കൊടുക്കുന്ന രാജാവ് നീ മാത്രമാണ് അല്ലാഹ്. നിന്നിലേക്ക് ഖൽബ് തിരിച്ച് ഞങ്ങൾ ഉയർത്തുന്ന കൈകളെ നീ വെറുതെ മടക്കരുതേ അല്ലാഹ്. ഞങ്ങളെ ഈ പ്രസംഗം സംഘടിപ്പിച്ചവർക്കും ഈ പ്രസംഗത്തിൽ പങ്കെടുത്തവർക്കും ഞങ്ങളെ ഇന്നേ വരെയുള്ള ദീനീ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ, ഞങ്ങൾ വർഗീയതക്കെതിരെ, ഭീകരതക്കെതിരെ, തീവ്രവാദത്തിനെതിരെ, മുസ്ലിമീങ്ങൾ പരസ്പരം കാഫറാക്കുന്നതിനെതിരെ ഞങ്ങൾ നടത്തുന്ന വിഷയങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ ആരാണോ ഞങ്ങളെ സഹായിക്കുന്നത്, സഹകരിക്കുന്നത്, അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, വിദേശ നാടുകളിൽ പോയപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ വെച്ച് തന്നെയും നിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കഴിവനുസരിച്ച് വലിയ വലിയ സംഖ്യകളും ചെറിയ ചെറിയ സംഖ്യകളുമൊക്കെ വാഗ്ദത്തം ചെയ്തവരുണ്ട്, തന്ന് സഹായിച്ചവരുണ്ട്, ഇന്ന് വരെ സഹായിച്ച പലരുമുണ്ട്. റബ്ബേ, അവരെ നീ സഹായിക്കണേ റഹ്മാനേ, നീ അത് സ്വീകരിക്കണേ റഹ്മാനേ. ആര് നിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ടോ, കൊടുക്കുന്നുണ്ടോ, അവർക്ക് സ്വർഗത്തിൽ പകരം സ്ഥലം കൊടുക്കണേ റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ റഹ്മാനേ. മുസീബത്തുകൾ കാവൽ നൽകണേ റഹ്മാനേ. അവരും ഞങ്ങളും ഏതൊരു ദീനിലാണോ ഉറച്ചു നിൽക്കുന്നത് അത് നിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. അതിൽ ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനേ.
വാഗ്ദത്തം ചെയ്തവർക്ക് അതൊക്കെ നിർവഹിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. റബ്ബേ, ഏത് മുറാദുണ്ടോ, ഏത് ഉദ്ദേശമുണ്ടോ നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനേ. ഏത് രോഗമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നീ അത് അകറ്റി കൊടുക്കണേ റഹ്മാനേ. റബ്ബേ, സമാധാനപരമായ അന്തരീക്ഷത്തിൽ അച്ചടക്കത്തോടെ ഞങ്ങൾ ഇവിടെ നടത്തിയ ഈ പ്രസംഗത്തിന് ഇത്രയും സമയം നിങ്ങൾക്ക് അനുവദിച്ചു തന്ന പോലീസുകാർ, അവർ സമാധാനത്തിന് വേണ്ടി നടത്തുന്ന മുഴുവൻ പരിശ്രമങ്ങളിലും നീ അവരെ സഹായിക്കണേ റഹ്മാനേ. ഒരു സദസ്സിലും അവർക്കൊരു വിഷമവും നീ കൊടുത്തേക്കരുത് റഹ്മാനേ. ഇവിടെ ഈ മൈക്ക് വെച്ച് തന്നവരും ഈ പരിപാടി സംഘടിപ്പിച്ചവരും ഇതിൽ ആത്മാർത്ഥമായി കേട്ടവരും നിനക്കറിയാമല്ലോ അല്ലാഹ്. ഒരു മുജാഹിദിനെ ചീത്ത പറഞ്ഞില്ല, തെറി പറഞ്ഞില്ല, പരിഹസിച്ചില്ല. അതേ സമയത്ത് ഉള്ളതുള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. അത് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ലേ അല്ലാഹ്? നീ തന്ന നാവ് കൊണ്ടല്ലേ അല്ലാഹ്? നീ ഖൽബിൽ തോന്നിപ്പിച്ചതല്ലേ അല്ലാഹ്? ഞങ്ങളെ നാക്കിൽ പിഴവുകൾ പിടിച്ച് ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ട്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തീവ്രമായ ശ്രമം നടത്തുന്നവരുണ്ട്. സർവ്വ ആളുകളെ ഷർറിൽ നിന്നും നീ മുസ്ലിമീങ്ങളെ കാക്കണേ അല്ലാഹ്. സർവ്വ ജനങ്ങളെയും എല്ലാ വിപത്തിൽ നിന്നും കാക്കണേ അല്ലാഹ്. ഞങ്ങളെ നാടുകളിൽ സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും തരണേ അല്ലാഹ്. പരസ്പരം കാഫിറാക്കുന്ന ഏർപ്പാടിൽ നിന്ന് ഇനിയെങ്കിലും ഒന്ന് പിന്തിരിയാൻ ഈ പുത്തൻവാദികളായ മൗലവിമാർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിച്ച് ഖണ്ഡന മണ്ഡലങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദത്തിലൂടെ പണം സമ്പാദിക്കാമെന്നതാണ് അവരെ ധാരണയെങ്കിൽ ആ ദുനിയാവിന്റെ പൂജയിൽ നിന്ന് അവരെ ഖൽബിനെ മാറ്റി റബ്ബേ, നിന്നെ ഭയപ്പെടുന്ന ഒരു ഹൃദയം കൊടുത്ത് ഈ സമുദായത്തെ രക്ഷിക്കണേ അല്ലാഹ്.